ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലും വിഷമദ്യ ദുരന്തം ഒരുപാട് ജീവനെടുത്തിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരാഴ്ത്തിയിട്ടുണ്ട്. കുവൈത്തിലെ വിഷമദ്യ ദുരന്തം 23 പേരുടെ ജീവനാണ് എടുത്തത്. 160 പേർ ഇപ്പോഴും ഹോസ്പിറ്റലാണ്. അതിൽ പൂർണ്ണമായും ഭാഗികമായും കാഴ്ചകൾ നഷ്ടപ്പെട്ടവരാണ്. ഒരുപാട് പേരുടെ വൃക്ക തകരാറിലായിട്ടുണ്ട്. ഇതുവരെയും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെക്കും ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിട്ടില്ല. ആകെ കണ്ണൂർ സ്വദേശി സച്ചിൻ്റെ ബോഡിയാണ് നാട്ടിലെത്തിച്ചത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റ് കണ്ടു. ഇത് എന്തുകൊണ്ടാണ് കേരള സർക്കാരും കേരളത്തിലെ മീഡിയകളും ഇത് ചർച്ച ചെയ്യാത്തത്? അതിനുള്ള മറുപടിയായി ഈ വീഡിയോ കാണാം. അതിനുശേഷം മടങ്ങുകയാണ്. ഒന്ന് അറബ് ലോകവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരള എക്കോണമി തന്നെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പോലും അതിനെതിരായിട്ടോ ഒരു അപലപിക്കുകയോ അതിൽ ഉത്കണ്ഠയെങ്കിലും പ്രകടിപ്പിക്കണ്ടേ? മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷമദ്യ ദുരന്തം കുവൈറ്റിലുണ്ടായി. അതിൽ ഞങ്ങൾ കൺസേൺ പ്രകടിപ്പിക്കുന്നു. ഞങ്ങളുടെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഭാവി എന്താണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ പറയില്ല. കാരണം അവിടെ മദ്യം നിരോധിക്കപ്പെട്ടൊരു രാജ്യം, ഒരു ഇസ്ലാമിക രാജ്യം, ശരീഅത്ത് നടപ്പാക്കുന്ന രാജ്യം. ആ രാജ്യത്ത് മദ്യം ആളുകൾ കുടിക്കുന്നു എന്നറിയുന്നത് പോലും ആ രാജ്യത്തിന് അപമാനമാണ്. ആലോചിച്ചു നോക്കുക, അവിടെ മദ്യം ലഭ്യമാണ്. ബ്ലാക്കിലാണെങ്കിൽ പോലും മദ്യം ലഭ്യമാണെന്ന് പറയുന്നത് ആ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ ഒരു മാനക്കേടാണല്ലോ. അതുകൊണ്ട് ആരും അത് പറയില്ല, ഗവൺമെൻറ് പറയില്ല, മീഡിയ പറയൂ. നമ്മുടെ നാട്ടിലെ മീഡിയയുടെ ഒക്കെ പ്രധാനപ്പെട്ട വരുമാനം എവിടുന്ന? നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്താ? ഒക്കെ ഈ ഗൾഫ് രാജ്യങ്ങളാണ്. മാത്രമല്ല പല പത്രങ്ങൾക്കും അവിടെ എഡിഷൻ ഉണ്ട്, പ്രധാനപ്പെട്ട പത്രങ്ങൾക്കും ഉണ്ട്. ഒറ്റ മലയാള പത്രം ഈ വാർത്ത കൊടുത്തിട്ടില്ല. എന്ത് കൗതുകം ഉണ്ടാക്കുന്ന ആലോചിച്ചൊക്കെ ഒരു വാർത്തയാണ് ഇത്. വലിയൊരു പാഠം കൂടിയല്ലേ? അവിടെ ജീവിക്കുന്ന പ്രവാസികൾക്കുള്ള വലിയ പാഠമാണ്. നിങ്ങളൊരു രാജ്യത്തിൻ്റെ, ഇന്ത്യയെപ്പോലെ ഉദാരമായ രാജ്യമല്ല, വലിയ ടാക്സ് കൊടുത്തിട്ട് നമ്മളിവിടുത്തെ ഉത്തമ പൗരന്മാരാണ്. ഇവിടെ മദ്യപിക്കുന്നവൻ, ഇവിടുത്തെ മദ്യപാനിയെ ബഹുമാനിക്കണം. കാരണം അവൻ ടാക്സ് പേയറാണ്. ആരെക്കാളും സാധാരണ മദ്യപിക്കാത്ത പൗരനേക്കാൾ ടാക്സ് പേയറാണ്. 300% ടാക്സ് കൊടുക്കുന്ന, ഞാൻ വാങ്ങിക്കുന്ന ഒരു ഭക്ഷണ സാധനം, എൻ്റെ ഒരു ഡ്രിങ്കിന് അതിൻ്റെ ഒറിജിനൽ വിലയുടെ 300-350% ടാക്സ് കൊടുക്കുന്നവൻ രാജ്യത്തെ ഏറ്റവും വലിയ ടാക്സ് പേയറാണ്. ആ ബഹുമതി അവിടെ കിട്ടൂല. അവിടെ വിലക്കപ്പെട്ടൊരു സാധനം നിങ്ങൾ ചെയ്യാണ്, രാജ്യദ്രോഹ കുറ്റം ചെയ്യണം. ഒന്ന്, പിടിച്ചാൽ വെളിച്ചം കാണൂല, ആ തരത്തിലുള്ള കുറ്റമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. 2, അങ്ങനെ ഒരു രാജ്യത്ത് അങ്ങേയറ്റം റിസ്ക് എടുത്ത് നിങ്ങൾ മദ്യപിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കണം. ആ മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ആ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഇത് മലയാളം വായിച്ചാൽ മനസ്സിലാകുന്ന ഇന്ത്യക്കാർക്കല്ലേ ആ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യൻ പത്രങ്ങൾ ഈ വാർത്ത വലിയ തോതിൽ കൊടുക്കണ്ടേ? സച്ചിൻ എന്നാന്ന് തോന്നുന്നു ആ പയ്യന്റെ പേര്, കണ്ണൂർക്കാരൻ്റെ പയ്യൻ. അവൻ കൊല്ലപ്പെട്ടു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു മാധ്യമവും ഇതിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല. നമ്മളെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധം പറയുന്നു, കേൾക്കേണ്ടവർ കേൾക്കട്ടെ. മദ്യം നിരോധിച്ച രാജ്യമാണ് കുവൈത്ത്. ഇതേപോലുള്ള രാജ്യത്ത് പോയിട്ട് ഇതേപോലുള്ള അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളും സഹായിക്കാനുണ്ടാവില്ല. ഇന്ത്യൻ എംബസിയോ കേരള സർക്കാരോ ഒരു ആളും അതിന് ഒരു സഹായം ലഭിക്കില്ല. ഇതിപ്പം മരിച്ച കുടുംബത്തിന് ഒരു മകൻ നഷ്ടപ്പെട്ടെന്നല്ലാണ്ട് അവർക്കൊരു സഹായമോ ഒന്നും ലഭിക്കുകയില്ല. ഇനിയുള്ള ഈ കുവൈത്തിലെയും സൗദിയിലായുള്ള പ്രവാസികൾ ഇങ്ങനെ കുടിച്ചേ അടങ്ങുന്നില്ല. പ്രവാസികൾ ചിന്തിക്കുക, നമ്മളെ കാത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. ഇതേപോലുള്ള അപകടത്തിൽ നിന്ന് പിന്മാറുക. അങ്ങനെ കുടിച്ചേ അടങ്ങുന്നെങ്കിൽ നാട്ടിൽ പോവുക. നാട്ടിൽ വിശാലമായ ഷോപ്പുണ്ട്, അത് അവിടെ പണിയെടുത്ത് അവിടെ നിന്ന് കഴിക്കുക. അതേപോലെ ഗൾഫ് കൺട്രിയിലേക്ക് പോയി കുടിച്ചേ അടങ്ങുന്നെങ്കിൽ UAE ഉണ്ട്, ദുബായ് ഉണ്ട്, ബഹ്റൈൻ ഉണ്ട് എന്നീ രാജ്യങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലാണ്ട് ഇതേപോലുള്ള മദ്യം നിരോധിച്ച രാജ്യത്ത് പോയിട്ട് ഇതേപോലുള്ള അപകടത്തിൽ പെടരുത്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ